പ്രതിസന്ധികളിൽ തളരരുത്. ഹിറ്റ്ലറുടെ നാസി ഭരണകാലത്ത് ഒരു അധ്യാപകൻ തടവിലായി. തൻ്റെ ഭാര്യയെയും മക്കളെയും ഓർത്ത് അയാൾ വളരെ വ്യാകുലപ്പെട്ടു. തീരെ വെളിച്ചമില്ലാത്തതും വൃത്തികെട്ടതുമായ ഒരു മുറിയിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയില്ലെങ്കിൽ എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് കരുതി അയാൾ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിച്ചു. അതിനായി പ്രകാശമില്ലാത്ത ആ മുറിയിൽ തനിക്ക് എന്ത് ലഭിക്കുമെന്നറിയുവാൻ മുറിയുടെ വളരെ മുകളിലുള്ള ഒരു ചെറിയ ജനാല വളരെ ബുദ്ധിമുട്ടി അയാൾ വലിച്ചു തുറന്നു. അപ്പോൾ വെളിയിൽ മഞ്ഞ് വീണു കിടന്നിരുന്നിടത്ത് വളരെ മനോഹരമായ ധാരാളം പുഷ്പങ്ങൾ നിൽക്കുന്നത് കണ്ട് അയാൾ ചിന്തിച്ചു, മഞ്ഞുപാളികൾ മൂടിയ സ്ഥാനത്ത് ഇത്രയും സുന്ദരമായ പുഷ്പങ്ങൾ ഉണ്ടാകുമെങ്കിൽ എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ടാവില്ലേ? ആ ചിന്ത അയാളിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കി. അയാൾ ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചു. തൻ്റെ ഡയറിയിൽ ആ അധ്യാപകൻ എഴുതി, ഇന്നെൻ്റെ ഉയിർപ്പിൻ്റെ ദിനമാണ്. പ്രകൃതിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നത് പോലെ ജീവിതവും സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖം മാത്രം അനുഭവിച്ചിട്ടുള്ളവരോ ദുഃഖം മാത്രം ഉണ്ടായിട്ടുള്ളവരോ ആരും തന്നെ ഈ ലോകത്തിലില്ല. വലിയ സമ്പന്നരുടെ ജീവിതം പരിപൂർണ സുഖകരമാണെന്ന് ദരിദ്രർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ആ ദരിദ്രർ അനുഭവിക്കുന്ന അത്രയും സുഖം വലിയ സമ്പന്നർ അനുഭവിക്കുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിലെ പ്രതിസന്ധികളിലേക്ക് നോക്കി നിരാശാജനകമായ വിധത്തിൽ ചിന്തിക്കുന്നതാണ് ആത്മഹത്യയ്ക്ക് കാരണം. ഇവിടെ പ്രതിസന്ധികളല്ല പ്രശ്നം, തെറ്റായ ചിന്താധാരയാണ്. പ്രതിസന്ധികളില്ലാത്തവരില്ല, എന്നാൽ അവയോടുള്ള തെറ്റായ മനോഭാവമാണ് കുഴപ്പം. ഒരു നവ്യമായ ചിന്ത ആ അധ്യാപകൻ്റെ മനസ്സിലുണ്ടായപ്പോൾ അദ്ദേഹം തന്നെ എഴുതി, ഇന്ന് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ചിന്താധാര മാറുമ്പോൾ ഏത് പ്രതിസന്ധിയിലും ഈ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ്. തോൽവി സംഭവിക്കാതിരിക്കുന്നതല്ല, തോൽവിയെ അതിജീവിക്കുന്നതാണ് വിജയം. വീഴാതെ ഇരിക്കുന്നതല്ല, വീണിടത്തു നിന്നും എഴുന്നേൽക്കുന്നതാണ് ധന്യത. അതിനാൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ സർഗാത്മകമായി അവയെ നേരിടുവാൻ കഴിയണം. അതിന് സഹായകരമായ എത്ര പാഠങ്ങളാണ് പ്രകൃതി നൽകുന്നത്. വേനൽക്കാലത്ത് വൃക്ഷങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോയാലും അടുത്ത മഴക്കാലം അവയെല്ലാം ഉയിർത്തെഴുന്നേൽക്കും. അവ കൂടുതൽ ശക്തിയായി തഴച്ചു വളരും. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ സർഗാത്മക ചിന്തയോടെ അവയെ നേരിടാം.